ഹായ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എജു സ്പേസ്. എല്ലാവർക്കും എജു സ്പേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുകൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th ക്ലാസ്സിൽ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ബിയോണ്ട് ഫിയർ. ബിയോണ്ട് എന്ന് പറഞ്ഞാൽ അപ്പുറം, ഫിയർ എന്ന് പറഞ്ഞാൽ പേടി അഥവാ ഭയം. ബിയോണ്ട് ഫിയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹെഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന യഥാർത്ഥ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേടിക്കപ്പുറം അല്ലെങ്കിൽ ഭയത്തിന് അപ്പുറം. എന്താണ് അതിന് താഴെ കുറച്ച് 2 സെൻറ്റൻസ് തന്നിട്ടുണ്ടെന്നാണ്. എ ട്രൂ ഹീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദെയർ സ്ട്രെങ്ത്. എന്താണ് ഒരു ശരിയായ ഹീറോ എന്ന് പറയുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലല്ല? ഒരിക്കലും സ്ട്രെങ്ത് അഥവാ ശക്തിയുടെ അടിസ്ഥാനത്തിലല്ല ഒരു ഹീറോയെ നിശ്ചയിക്കുന്നത്. ബട്ട് ബൈ ദെയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ബട്ട് ബൈ ദെയർ എബിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിവ്. എന്തിനുള്ള കഴിവ്? ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. മറ്റുള്ളവരെ നയിക്കാനും പ്രചോദിപ്പിക്കാനും. ഇൻസ്പയർ എന്ന് പറഞ്ഞാൽ പ്രചോദിപ്പിക്കുക. അപ്പം പ്രചോദിപ്പിക്കാനുമുള്ള അവരുടെ കഴിവിനെ അനുസരിച്ചാണ് ഒരു യഥാർത്ഥ ഹീറോ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിത്. എ ട്രൂ ഹീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദെയർ സ്ട്രെങ്ത് ബട്ട് ബൈ ദെയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. നെക്സ്റ്റ് പേജിൽ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. കുറച്ച് ഹീറോസിൻ്റെ പിക്ചേഴ്സാണ്. മദർ തെരേസയുണ്ട്, മഹാത്മാഗാന്ധി ഉണ്ട്, അതുപോലെ ഫാർമറുണ്ട്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്, ഫാമിലി ഉണ്ട്. അങ്ങനെ കുറച്ച് ഫോട്ടോ നമുക്ക് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. താഴെ 2 ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. എന്താണ്? വൈ ഡു വി റിമെമ്പർ ദം ആസ് ഹീറോസ്? നമ്മൾ എന്തുകൊണ്ടാണ് ഇവരെ ഹീറോസ് എന്ന് ഓർക്കുന്നത്? റിമെമ്പർ എന്ന് പറഞ്ഞാൽ ഓർക്കുക. എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇവരെ ഹീറോസ് എന്ന് ഓർക്കുന്നത്? ബിക്കോസ് ദേ ഫേസ് ദ ചാലഞ്ചസ് ഓഫ് ലൈഫ്. അവർ ജീവിതത്തിലെ പല വെല്ലുവിളികളും നേരിട്ടവരാണ്. അതുപോലെ തന്നെ എങ്ങനെ നേരിട്ടതായിരിക്കും? വിത്ത് കറേജ് ആൻഡ് കോൺഫിഡൻസ്. ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും നേരിട്ടവരാണ് ഈ മേലെ കാണുന്ന പിക്ചറിലുള്ള പലരും. അതുകൊണ്ടാണ് അവരെ ഹീറോസ് എന്ന് ഓർക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് സ്പെഷ്യൽ ക്വാളിറ്റീസ് മേക്ക് ദം ഹീറോസ്? എന്തു ക്വാളിറ്റീസാണ് അവരെ ഹീറോസ് ആക്കുന്നത്? ദേ ആർ ബ്രേവ് ആൻഡ് സെൽഫ്ലെസ്. അവരെന്താണ്? സ്വാർത്ഥരുമാണ്, അതുപോലെ തന്നെ ബുദ്ധിയുള്ളവരുമാണ്. ദേ സേവ് അതേഴ്സ്. അവർക്ക് വേണ്ടിയിട്ടില്ല, മറ്റുള്ളവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവരെ എന്ത് ചെയ്യുന്നത്? ഹീറോസ് ആയിട്ട് എപ്പോഴും നമ്മൾ ഓർക്കുന്നത്. നെക്സ്റ്റ്, ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ്. ലിറ്റിൽ ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ കൈകൾ. ചെറിയ കൈകൾ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചെറിയ കുട്ടികൾ എന്നുള്ള അർത്ഥത്തിലാണ്. ബിഗ് കറേജ്, വലിയ ധൈര്യം. ചെറിയ കുട്ടികളാണെങ്കിലും വലിയ ധൈര്യം ഉള്ള കുട്ടികളാണെന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഫൺ ടൈം. ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ ഐസക് were playing in the backyard of their house. നമ്മൾ പിക്ചറിൽ കാണുന്നുണ്ട് ഒരു ചെറിയ ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ കളിക്കുന്നത്. അപ്പോൾ പെൺകുട്ടിയായിരിക്കും ദിൽന. ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ എന്ന് പറഞ്ഞാൽ ചെറിയ അനിയൻ എന്നുള്ള അർത്ഥത്തിൽ. ഐസക്, അനിയൻ്റെ പേരെന്താണ്? ഐസക്. കളിക്കുന്നു. എവിടെയാണ് കളിക്കുന്നത്? ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. അവരുടെ വീടിൻ്റെ ബാക്ക് യാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ക് വശത്തുള്ള മുറ്റം. ഫ്രണ്ടിൽ മുറ്റത്ത് പോലെ തന്നെ നമുക്ക് വീടിൻ്റെ ബാക്കിലും ചെറിയൊരു സ്പേസ് ഉണ്ടാവില്ല, അതിനെയാണ് എന്ന് പറയുന്നത്? ബാക്ക് യാർഡ് എന്ന് പറയുന്നത്. വെർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. ദിൽന ലുക്ക്ഡ് അപ്പ് അറ്റ് ദ സ്കൈ. ദിൽന എങ്ങോട്ടേക്ക് നോക്കി? അറ്റ് ദ സ്കൈ, ആകാശത്തേക്ക് നോക്കി. ആൻഡ് സെഡ്, ആകാശത്തേക്ക് നോക്കിയിട്ട് എന്ത് പറഞ്ഞു? ഐസക്, വി ഷുഡ് ഗോ ഇൻസൈഡ്. ഐസക്, നമ്മൾ എന്തായാലും ഇപ്പോൾ ഉള്ളിലേക്ക് പോകണം. ഷുഡ് എന്ന് പറഞ്ഞാൽ ഒരു കടമ അല്ലെങ്കിൽ ചെയ്തിരിക്കണം എന്നുള്ള ഒരു പവറിനെ കാണിക്കുന്ന വേർഡാണ് എന്ത്? ഷുഡ്. വി ഷുഡ് ഗോ ഇൻസൈഡ്. ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഞാൻ വിചാരിക്കുന്നു ഗോയിങ് ടു റെയിൻ, ഇപ്പോൾ മഴ വരാൻ പോകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം തന്നെ ഉള്ളിലോട്ട് പോകണം. യെസ്, ലെറ്റ്സ് ഗോ. അപ്പം ഐസക് എന്ന് പറഞ്ഞു, ശരി നമുക്ക് എന്തായാലും പോകാം, ലെറ്റ്സ് ഗോ. ഐസക് നോഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ തല ഇങ്ങനെ ആട്ടുക. ഞാൻ നോഡഡ് എന്ന് പറയും, തലയാട്ടുക. ലിറ്റിൽ വറീഡ്, ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ചെറിയൊരു ടെൻഷനോട് കൂടി ആര് തലയാട്ടി? ഐസക് തലയാട്ടി. ബോത്ത് ഓഫ് ദം ക്വിക്ക്ലി റാൻ ഇൻ ടു ദ ഹൗസ്. രണ്ടാളും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? വീടിനുള്ളിലേക്ക് ഓടി. ദേ വെൻറ്റ് സ്ട്രെയിറ്റ് ടു ദ കിച്ചൺ. അവർ നേരെ എങ്ങോട്ടേക്കാണ് പോയത്? സ്ട്രെയിറ്റ് ടു ദ കിച്ചണിലേക്കാണ് പോയത്. ആൻഡ് സ്പോട്ടഡ്, എന്താ അവർ എന്ത് കണ്ടത്? സ്പോട്ടഡ് എ
പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിളിൻ്റെ പുറത്ത് ഒരു പ്ലേറ്റിൽ കുറച്ച് കുക്കീസ് എന്ന് വെച്ചാൽ ബിസ്ക്കറ്റ്സ് വെച്ചിരിക്കുന്ന ആര് കണ്ടു? സ്പോട്ടഡ് എന്ന് പറഞ്ഞാൽ അവർ അവിടെ വെച്ചത് കണ്ടുപിടിച്ചു. കിച്ചൻ സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. കുക്കീസ്, ഐസക് സെഡ്. സന്തോഷത്തോടെ ബിസ്ക്കറ്റ് ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവില്ലല്ലോ. അപ്പോൾ വിത്ത് എ ബിഗ് സ്മൈൽ, അങ്ങനെയാണ് അവൻ പറഞ്ഞത്, ഒരു നല്ലൊരു ചിരിയോട് കൂടിയിട്ട്. ആൻഡ് സ്മൈൽ ആസ് ഹി ഗ്രാബ്ഡ് എന്ന് പറഞ്ഞാൽ ടേക്ക്, എടുക്കുക. എന്ത് ചെയ്തു? അതിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് എടുത്തു. ദിൽന ടു ഗ്രാബ്ഡ് എ കുക്കി, ദിൽനയും എന്ത് ചെയ്തു? ഒരെണ്ണം എടുത്തു. മം ഇറ്റ്സ് റെയിനിങ്, ആര് പറയുന്നത്? ഐസക് ഷൗട്ടഡ്, ഒച്ചത്തിൽ പറഞ്ഞു. ആര്? ഐസക്. മം, മഴ വരുന്നുണ്ട്. ദർ വാസ് നോ റിപ്ലൈ, പക്ഷെ എന്താണ്? ആ സമയത്ത് അവിടെ റിപ്ലൈ ഒന്നും വന്നില്ല. ഇനി താഴെ 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? വേർ ദ ചിൽഡ്രൻ പ്ലേയിങ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അതിനെ തന്നെ ആൻസർ ഉണ്ട്. എന്താണ്? ഇവിടെ നിന്നാണ് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇൻ ദി ബാക്ക് യാർഡ് ഓഫ് ദി ഹൗസ്. ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദ റെയിൻ? അത് യെസ് എന്ന്, ഭൂരിഭാഗം കുട്ടികളും യെസ് എന്ന് പറയാനാണ് സാധ്യത. അതിൻ്റെ ഉത്തരം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല. പക്ഷേ എന്താണ്? ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദ റെയിൻ? മഴയത്ത് കളിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഉണ്ടാവില്ലല്ലോ. അപ്പം ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും യെസ് എന്ന് തന്നെയായിരിക്കും പറയുന്നുണ്ടാവുക. ഇനി 3-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്? ദർ വാസ് നോ റിപ്ലൈ ഫ്രം മദർ. അമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു റിപ്ലൈയും കിട്ടിയിട്ടില്ല. വാട്ട് മേ ബി ദ റീസൺ? എന്തായിരിക്കും റീസൺ അറിയണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. ടിയേഴ്സ് ഓഫ് ഫിയർ, എന്താണ്? ഭയം കൊണ്ടുള്ള കണ്ണുനീർ. ദെൻ ദേ റാൻ ടു ദ ലിവിങ് റൂം. അവരെങ്ങോട്ടാണ് ഓടിയത്? ലിവിങ് റൂമിലേക്ക്. അവിടെ എന്താണ് കണ്ടത്? ദ മദർ വാസ് ലൈയിങ് ഓൺ ദ ഫ്ലോർ. അമ്മ എവിടെ വീണ് കിടക്കുകയാണ്? ഫ്ലോറിൽ. ലൈയിങ് എന്ന് പറഞ്ഞാൽ കിടക്കുക, ഫ്ലോർ എന്ന് പറഞ്ഞാൽ തറയിൽ വീണ് കിടക്കുന്നു. മാം, ദിൽന കോൾഡ് ലൗഡ്ലി. ദിൽന ഉച്ചത്തിൽ വിളിച്ചു. ഷീ ഡിഡിൻറ്റ് ആൻസർ, പക്ഷെ അമ്മ ആൻസർ ചെയ്തില്ല. വൈ ഈസ് മാം ലൈയിങ് ഓൺ ദ ഫ്ലോർ? എന്തിനാണ് അമ്മ തറയിൽ വീണ് കിടക്കുന്നത്? ഈസ് ഷീ സ്ലീപ്പിംഗ്? അമ്മ ഉറങ്ങുകയാണോ? ഐസക് ആസ്ക്ഡ് ഹിസ് സിസ്റ്റർ. ഐസക് സിസ്റ്ററോട് ചോദിക്കുകയാണ്. മാം വേക്കപ്പ്, ഹി ക്രൈഡ്. അവന് സങ്കടം വന്നു, അവൻ കരയാൻ തുടങ്ങി. ഡോണ്ട് വറി ഐസക്, ഷീ വിൽ ബി ഓക്കെ. അപ്പം സഹോദരി ആശ്വസിപ്പിക്കുകയാണ്, കരയേണ്ട, അമ്മ വേഗം ഓക്കെ ആവും. ദിൽന സെഡ് ട്രൈങ് ടു കൺസോൾ ഹിം. കൺസോൾ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക. ദിൽന അനിയനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ദിൽന റഷ്ഡ് ടു ഹെർ മദേഴ്സ് സൈഡ് ആൻഡ് ഷുക്ക് ഹെർ ജെൻലി. ദിൽന അമ്മയുടെ അടുത്തേക്ക് വേഗം ഓടിച്ചെന്നിട്ട് എന്താണ്? അമ്മേനെ ജെൻലി, പതിയെ എന്ത് ചെയ്തു? തട്ടി വിളിക്കാൻ തുടങ്ങി. ഷുക്കെന്ന് ഇങ്ങനെ ഇളക്കി വിളിക്കുകയല്ലേ, തട്ടിയിട്ട് ഇങ്ങനെ വിളിക്കുന്നു. മാം പ്ലീസ് വേക്കപ്പ്. അമ്മ ദയവായി വേഗം എണീക്കൂ. ദിൽന ബെഗ്ഡ് എന്ന് പറഞ്ഞാൽ യാചിക്കുക. ബട്ട് ഷീ ഡിഡിൻറ്റ് മൂവ്. പക്ഷെ എന്താണ്? അമ്മ അനങ്ങിയില്ല. ദിൽന ട്രൈഡ് അഗെയിൻ. ദിൽന വീണ്ടും ശ്രമിച്ചു. ഷേക്കിംഗ് ഹെർ എ ലിറ്റിൽ ഹാർഡർ. കുറച്ചും കൂടി എന്താണ്? ഫോഴ്സ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ കുറച്ചും കൂടി ലിറ്റിൽ ഹാർഡായിട്ട്, കുറച്ചും കൂടി ഹാർഡായിട്ട് എന്ത് ചെയ്തു? അമ്മേനെ തട്ടി. ഹാർഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ ശക്തി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അമ്മേനെ തട്ടി വിളിക്കാൻ നോക്കി. ബട്ട് ഷീ സ്റ്റിൽ ഡിഡിൻറ്റ് റെസ്പോണ്ട്. പക്ഷേ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? അമ്മ റെസ്പോണ്ട് ചെയ്യുന്നില്ല. റെസ്പോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രതികരിക്കുക. ഐസക്സ് ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ്. എന്താണ്? ഐസക്കിൻ്റെ കണ്ണുകളെല്ലാം കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. താഴെ 2-3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. എന്താണത്? വാട്ട് കുഡ് ഹാവ് ഹാപ്പൻ ടു ദ മദർ? എന്താണ് അമ്മക്ക് സംഭവിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കും അമ്മയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാവുക? മേ ബി ഷീ ടയേർഡ് ആൻഡ് ഷീ ഫെൽ ഡൗൺ, അല്ലെങ്കിൽ വെൻ ഷീ ഫെൽ ഡൗൺ ആൻഡ് ഷീ ഗോട്ട് ഇഞ്ചേർഡ്. അങ്ങനെ ഓരോ ചാൻസ് നമുക്ക് പറയാം. നെക്സ്റ്റ്, വാട്ട് ഡിഡ് ദിൽന ടു ഡു വേക്കപ്പ് ഹെർ മദർ അപ്പ്? ദിൽന അമ്മയെ എണീപ്പിക്കാൻ വേണ്ടി എന്താണ് ചെയ്തത്? ഷീ ഷുക്ക് ഹെർ ജെൻലി. വാട്ട് വിൽ ദിൽന ആൻഡ് ഐസക് ഡു നെക്സ്റ്റ്? ഇനി അടുത്തെന്താണ് ചോദിക്കുന്നത്? ദിൽനയും ഐസക്കും ഇനി എന്തായിരിക്കും നെക്സ്റ്റ്? അമ്മയെ കിടക്കുന്ന അവസ്ഥയിൽ എന്തായിരിക്കും അവർ ചെയ്യുക? ദേ വിൽ ആസ്ക് ഹെൽപ്പ് ഫോർ സംബഡി, അല്ലെങ്കിൽ ദേ വിൽ കോൾ ദെയർ ഫാദർ. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്കവിടെ പറയാം. ഇതൊരു വലിയ ചാപ്റ്ററാണ്. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോ വളരെ ലോങ് ആയിപ്പോയാൽ നമുക്കിത് കാണാൻ ഒരു ഇതുണ്ടാവില്ല. അപ്പം ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.